നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. തൻ്റെ കരിയറിലെ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരം കസറിയിരിക്കുകയാണ് മെസ്സി എന്ന മനുഷ്യൻ ആദ്യ പകുതിയിൽ ഏതാണ്ട് നിശബ്ദനായിരുന്നെങ്കിലും രണ്ടാം പകുതിയിൽ 55-ാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ട് ഗോളടിച്ചതിന് ശേഷം മെസ്സിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മെസ്സി അതിഗംഭീരമായിട്ടാണ് കളിച്ചത്. മെസ്സിയുടെ അസിസ്റ്റുകളിൽ നിന്നാണ് അർജൻറ്റീന ഗോളുകൾ അടിച്ചത്. പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ വിജയ ഗോൾ ലൗട്ടാറോ മാർട്ടിനസ് അടിച്ചത് വല്ലാത്തൊരു ക്രോസ് ആയിരുന്നു. പെനാൾട്ടി ബോക്സിന് തൊട്ട് പുറത്തു നിന്ന് വലത് വിങ്ങിൽ നിന്ന് ഇടങ്കാല് കൊണ്ട് മെസ്സി കൊടുത്ത ആ ക്രോസ് ലൗട്ടാറോ മാർട്ടിനസിൻ്റെ തലയ്ക്ക് പാകത്തിലുള്ള ക്രോസ് ആയിരുന്നു. അതിൽ അത്യുജ്വല ഹെഡറിലൂടെ തന്നെ ലൗട്ടാറോ മാർട്ടിനസ് അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇംഗ്ലണ്ട് ഉറക്കിക്കിടത്തും എന്ന് പറഞ്ഞ മെസ്സി തൻ്റെ കരിയറിലെ ആദ്യമായി ഇംഗ്ലണ്ടിനുമായി ഏറ്റുമുട്ടിയപ്പോൾ അതും ഏറ്റവും നിർണായകമായ, ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ആ മത്സരത്തിൽ ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ മെസ്സി മുന്നിൽ നിന്ന് നയിച്ച് അർജൻറ്റീനയെ വിജയിപ്പിച്ചിരിക്കുന്നു. അർജൻറ്റീനയെ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നു. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജൻറ്റീന ഫൈനലിലെത്തുന്നത്. മെസ്സിയുടെ കരിയറിലെ 3ാം ഫൈനലാണ്, ലോകകപ്പ് ഫൈനലാണ് ഇത് എന്നത് തീർച്ചയായിട്ടും അതിഗംഭീരമായ ഒരു നേട്ടമാണ്. ആ നേട്ടത്തിലേക്ക് ഇംഗ്ലണ്ടിനെ ആദ്യമായി നേരിട്ടപ്പോൾ തന്നെ മറികടന്ന് മെസ്സി, യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ആ രീതിയെ മറികടന്ന് മെസ്സി അർജൻറ്റീനയെ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നു.